ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ പലഹാരമാണ്. കുഴക്കട്ടയാണ്. കുഴക്കട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയെല്ലാം വെച്ച് ഫില്ല് ചെയ്യുന്നതല്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വയ്ക്കുന്ന ഏത് പുഴുങ്ങലരി ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ നല്ലതുപോലെ കഴുകി കൊണ്ടുവരാം. ഇനി ഇതിൽ നിറയെ വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് കുതിരാൻ വയ്ക്കുന്നുണ്ട്. നല്ലതുപോലെ കുതിരട്ടെ. ഇത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച പൊടിയാണ്. ഇത് സ്ലോ ഫയറിൽ വെച്ച് ഒരു നല്ല മണം വരുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇപ്പം നല്ലൊരു വറുത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ അരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. 3-4 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിക്ക് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഒരു വെള്ളം 2 സ്പൂൺ വെള്ളം തളിച്ച് ഒന്നുകൂടി അരച്ചോളൂ കേട്ടോ. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മാവും അരച്ചെടുക്കാം കേട്ടോ. എല്ലാ അരി ഇതുപോലെ അരച്ച് മാവാക്കിയെടുക്കാം. ഇപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അരിപ്പൊടി നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അതെടുത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് 1/2 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. തേങ്ങ ഇട്ട് അത്ര ടേസ്റ്റ് ആയിരിക്കും. ഇനി കുറച്ച് തേങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഈ തേങ്ങയും ഉപ്പെല്ലാം ഈ മാവിൽ പിടിക്കുന്നത് പോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഈ വറുത്ത അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കേണ്ട പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ ഉരുള പിടിക്കുമ്പോൾ ഉരുട്ടാൻ പറ്റണം. ആ പരുവത്തിലാണ് വേണ്ടത്. ഇപ്പോൾ ഇത്ര അരിപ്പൊടി ബാക്കിയുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ 2 കപ്പ് അരിപ്പൊടിയിൽ 1 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 കപ്പ് ബാക്കിയുണ്ട്. അപ്പോൾ 1/2 കിലോ അരിക്ക് 200 ഗ്രാം കപ്പിന് 1 കപ്പ് അരിപ്പൊടി. ഞാൻ കുറച്ച് കൂടുതൽ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വറുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ട പിടിക്കാൻ കറക്റ്റായിട്ടുള്ള സമയത്ത് നമുക്കിതിനെ ഒന്ന് ടൈറ്റായി അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് സമയം ഇതിങ്ങനെ ഇരിക്കട്ടെ. അരിപ്പൊടിയെല്ലാം നല്ലതുപോലെ വെള്ളം കുടിച്ച് സെറ്റാവട്ടെ. ഇപ്പം നമുക്ക് അപ്പച്ചമ്പിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഒരു തട്ടിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മാവ് എന്തായി നോക്കാം. ഇപ്പോൾ മാവെല്ലാം നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുളയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഓവൽ പോലെ കുറച്ചൊരു ഇതുപോലെ നീളത്തിൽ അങ്ങനെയാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉരുട്ടിയും എടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ഉരുളകളാക്കി എടുക്കാം. അധികം കനത്തിൽ വേണ്ട, ഇത്രയ്ക്കും മതി. ഇതെല്ലാം നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിക്കൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് കുറച്ച് വലിയ ഉരുളകളാക്കി വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും എടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം വേവിക്കണം. അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം ആവി കയറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇതിനേക്കാളും ഞാനെപ്പോഴും ഇങ്ങനെ ചെറിയ ഉരുളകളാണ് ആക്കിയെടുക്കാറ്. പക്ഷെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് മുഴുവനും നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം.
ഇപ്പോൾ ഇതാ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി അപ്പച്ചമ്പിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തീ കത്തട്ടെ. ഇതൊരു 25 നിമിഷം വേവട്ടെ കേട്ടോ. എന്നുവെച്ചാൽ ഉള്ളിലോട്ടെല്ലാം ആവി കയറാൻ അത്രയും സമയം വേണ്ടി വരും. നമുക്ക് ടൈറ്റായിട്ട് അടച്ച് 25 നിമിഷം വെക്കാം. ഇപ്പോൾ ഇതാ 25 നിമിഷം കഴിഞ്ഞു. നല്ലതുപോലെ ആവി കയറി വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 നിമിഷം അങ്ങനെ മാറ്റി വയ്ക്കാം. ഒന്ന് ആവി പോയതിന് ശേഷം നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതാണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് എടുക്കാൻ പറ്റില്ല, കുറച്ച് ഒട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരു 10 നിമിഷം കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാ കണ്ടോ, എല്ലാം ഇതുപോലെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിൽ നിന്ന് ഒരു 4 എണ്ണം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് മസാല ഇടാതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനത് ഒരു 4 എണ്ണം മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്ത് ആദ്യം തന്നെ കഴിച്ച് നോക്കൂ. നമുക്കിത് മസാല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇത് നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ചേർന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ബാക്കിയുള്ളതിനെ നമുക്ക് കുറച്ച് മസാല ഇടാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 2-3 തണ്ട് കറിവേപ്പിലയും എടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. കുറച്ച് വട്ടമുള്ളത് തന്നെ ഇരുന്നോട്ടെ കേട്ടോ, നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം. മറ്റെണ്ണകളൊന്നും ഇതാക്കിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടുമ്പോൾ 1 സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ജീരകം ചേർത്ത് കൊടുക്കാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. പച്ച ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച കുഴക്കട്ടയ്ക്ക് ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടുന്നില്ല, എനിക്ക് കുഴക്കട്ടയിൽ തന്നെ നല്ല ഉപ്പെല്ലാം ഉണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൊരിയട്ടെ. വെള്ളം ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ. ഉപ്പിടുകയാണെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കുഴക്കട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എരിവെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ വേവിച്ച് വെക്കുകയാണെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ മസാല ചേർത്താൽ മതി. അല്ല മസാല വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്ലെയിനായിട്ട് കഴിക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും ഇതുണ്ടാക്കി കഴിക്കാം. ഇത് ഞാൻ കൂടുതലായിട്ട് പാലക്കാട് ഭാഗത്തൊക്കെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കുഴക്കട്ട എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് എല്ലാം വെച്ചിട്ടാക്കുന്നതിനും അങ്ങനെ തന്നെ പറയും. പക്ഷേ ഞങ്ങൾ ഇതിനെയാണ് കുഴക്കട്ട എന്ന് പറയാറ്. നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, ഈസിയുമാണ്. ഒന്ന് ഓവർനൈറ്റ് അരി കുതിർത്തണം എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിൻ്റെ കൂടെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയോ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പം ഞാനിവിടെ ഇതാ കട്ടൻ കാപ്പിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് കാപ്പി വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ കട്ടൻ കാപ്പിയുടെയും കട്ടൻ ചായയുടെ എല്ലാം കൂടെയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.